പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ബി.ജെ.പിയുടെ കേന്ദ്ര കാര്യാലയമായ ദീൻദയാൽ മാർഗിൽ നിന്നുള്ള ദൃശ്യമാണ്. അല്പസമയത്തിനകം തന്നെ ബി.ജെ.പിയുടെ നിയുക്ത വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ ചുമതലയേൽക്കും. ഇന്നലെയാണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് ഉള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ബി.ജെ.പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ഇപ്പോൾ ദേശീയ കാര്യാലയത്തിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ബീഹാറിൽ 2006 MLA സ്ഥാനത്തേക്ക് എത്തിയ നിതിൻ നബീൻ പിന്നീട് 5 ടേമിൽ ബീഹാറിൽ MLA ആയി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തെ വളർത്തുന്നതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച വ്യക്തിയാണ് നിതിൻ നബീൻ. ശ്രീകാന്ത് ഈ ദീൻദയാൽ മാർഗിലെ ബി.ജെ.പി ആസ്ഥാനത്ത് നിന്നും ചേരുകയാണ്. ശ്രീകാന്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ബി.ജെ.പിയുടെ 980 മുതലുള്ള ചരിത്രത്തിൽ ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നൊരു സ്ഥാനം ഇതിപ്പോൾ രണ്ടാമത്തേതാണ്. കാരണം 2019 JP നഡ്ഡയാണ് ആദ്യമായി വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നൊരു സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതാ ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ ആ ഒരു പദവിയിലേക്ക് എത്തുന്നു. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുക? ഗൗതം, നിമിഷത്തിനുള്ളിൽ നിതിൻ നവീൻ ഈ ബി.ജെ.പിയുടെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തിച്ചേരും. ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹം ഇവിടേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമാനം, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനത്തിന് ഇവിടെ ലാൻഡ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് നേരിട്ടു. തുടർന്നാണ് ഈ സമയത്തേക്ക് അത് നീണ്ടുപോയത്. നിലവിലിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ബി.ജെ.പിയുടെ കേന്ദ്ര കാര്യാലയമാണ്. ബി.ജെ.പി കേന്ദ്ര കാര്യാലയത്തിൽ ബീഹാറിൻ്റെ മുഖം, ബീഹാർ ബി.ജെ.പിയുടെ മുഖം നിതിൻ നവീൻ, ബി.ജെ.പിയുടെ നിയുക്ത വർക്കിംഗ് പ്രസിഡന്റ്, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ കാര്യാലയത്തിൽ, ബി.ജെ.പി കേന്ദ്ര കാര്യാലയത്തിൽ ബി.ജെ.പി നേതാക്കളും പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അടക്കം വലിയൊരു ജനസഞ്ചയം തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നതാണ്. നിമിഷങ്ങൾക്കകം അദ്ദേഹം എത്തിച്ചേരും എന്നുള്ള അറിയിപ്പ് ഇവിടേക്ക് കിട്ടിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ BL സന്തോഷ് ഈ സ്വീകരണ ചടങ്ങുകൾക്കായി മുൻനിരയിൽ നിൽക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ഗൗതം, ഈ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു തലമുറ മാറ്റം ഈ നിതിൻ നവീനെ നിയമിച്ചതിലൂടെ, നിതിൻ നവീൻ്റെ പ്രഖ്യാപനത്തിലൂടെ ബി.ജെ.പി നൽകിയിരിക്കുകയാണ്. 45 വയസ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അത് ചെറുപ്പം തന്നെയാണ്. ഇത് അടുത്ത തലമുറയിലേക്ക് ബാറ്റൺ കൈമാറുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി, അതാണ് ഇപ്പോൾ നിതിൻ നവീൻ്റെ സ്ഥാനാരോഹണത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വാഹനത്തിൽ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. നിലവിൽ ഈ ഒരു വാഹനം കടന്നു വരുന്നുണ്ട്. അത് നിതിൻ നവീൻ തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ബി.ജെ.പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ഇതാ ബി.ജെ.പി കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കാണുന്നു. 4 തവണ MLA, ബി.ജെ.പി യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി, നിലവിൽ ബീഹാറിലെ മന്ത്രി, ഛത്തീസ്ഗഡിൽ ബി.ജെ.പിയെ അധികാരത്തിലേക്ക് പിടിച്ചു കയറ്റിയ, ഛത്തീസ്ഗഡിൽ ബി.ജെ.പിയെ അധികാരത്തിലേക്ക് പിടിച്ചു കയറ്റിയ പ്രഭാരി ഇതാ നിതിൻ നവീൻ ബി.ജെ.പിയുടെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ജനം ടിവിയിലൂടെ കാണുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ, ഈ മാറിയ കാലഘട്ടത്തിൽ ജെൻസി തലമുറ മുഴുവൻ മേഖലകളും, സമസ്ത മേഖലകളിലേക്കും ജെൻസി തലമുറ കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ബി.ജെ.പി ബാറ്റൺ കൈമാറുന്നത് 45 വയസ്സ് പ്രായമുള്ള നേതാവിലേക്കാണ്. അതും ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പിന്നോക്ക മേഖല എന്ന് കരുതുന്ന, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പിന്നാക്ക സംസ്ഥാനം എന്നൊരു കാലത്ത് എഴുതി തള്ളപ്പെട്ടിരുന്ന ബീഹാറിൽ നിന്നും ബി.ജെ.പിയുടെ മുഖം ഇപ്പോൾ ഇതാ, ബി.ജെ.പിയുടെ മുഖം, ബീഹാറിൻ്റെ മുഖം ഇപ്പോൾ ഇതാ നിതിൻ നവീൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ JP നദ്ദ, ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന JP നദ്ദയാണ്, ബി.ജെ.പിയുടെ അധ്യക്ഷൻ കൂടിയ JP നദ്ദയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. JP നദ്ദയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അദ്ദേഹവും ജോയിൻ ചെയ്തിരിക്കുന്നു. JP നദ്ദയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം JP നദ്ദയിൽ നിന്നും ഈ ബാറ്റൺ ഭാവിയിൽ ഒരു പക്ഷേ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിൽ അത് ജനുവരിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റുവാങ്ങാൻ പോകുന്നത് നിതിൻ നവീൻ തന്നെയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവി അതിലേക്ക് കടന്നു വരുന്നത്, അത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് എന്നും കരുതപ്പെടുന്നുണ്ട്. ഇപ്പോൾ JP നദ്ദയാണ് കടന്നുപോയത്. നിതിൻ നവീൻ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം തൊട്ട് പിന്നാലെ കടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ JP നദ്ദ ബി.ജെ.പി കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ചടങ്ങുകൾ, ആ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ നേരിട്ട് ഈ കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗൗതം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിതിൻ നവീൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ 4 തവണ ബംഗിപ്പൂരിൽ
ജില്ലയിൽ നിന്നുള്ള ബെങ്കിപ്പൂരിൽ നിന്നുള്ള MP ആയിരുന്നു, MLA ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം അവിടുത്തെ മന്ത്രിയായി ചുമതല വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ മുതിർന്ന BJP നേതാവാണ്. BJPയുടെ യുവമോർച്ചയുടെ, ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായി അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഛത്തീസ്ഗഡിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയടക്കം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായ വൈഭവത്തിന് ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നോക്കുകയാണെങ്കിൽ 4 തവണ ഒരേ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജയിച്ചു കയറുന്നു, ശേഷം മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു. അത്രയധികം ഭരണരംഗത്തും അതോടൊപ്പം സംഘടനാ രംഗത്തും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് നിതിൻ നവീൻ. ഈ 45 വയസ്സിനിടയിലാണ് അദ്ദേഹം ഈ ചുമതലകളെല്ലാം തന്നെ വഹിച്ചത് എന്നുകൂടി ഓർക്കണം. ഗൗതം, ഒരു കാര്യം, തീരുമാനങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ മോദി അമിത്ഷാ ദ്വയങ്ങൾ ചുമതല ഏറ്റെടുത്ത ശേഷം പലപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട്. അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും അപ്രതീക്ഷിതമായിരിക്കും. അത്തരത്തിലൊരു തീരുമാനമായിരുന്നു ഈ നിതിൻ നവീൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പും അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിരുന്നു. ആ പേര് ഇതിനു മുൻപ് ശരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ യാതൊന്നും തന്നെ പറഞ്ഞു കേട്ടിരുന്ന പേരല്ല. ബീഹാർ പോലെ ഒരു സംസ്ഥാനത്തു നിന്നും അവിടുത്തെ സംഘടനാപരമായ പ്രവർത്തന ശൈലിയിൽ, സംഘടനാപരമായ വൈഭവം കൊണ്ട് മാത്രം ഈ ചെറുപ്രായത്തിൽ 45-ാം വയസ്സിൽ BJPയുടെ തലപ്പത്തേക്ക് അദ്ദേഹം എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നതാണ്. അതിനൊപ്പം തന്നെ പറഞ്ഞു കേട്ടിരുന്ന മറ്റൊരു പേര് അത് ഭൂപേന്ദ്ര യാദവിൻ്റെ പേരാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ എത്തുമെന്ന് ചില ഭാഗങ്ങളിൽ പറയുന്നു. വിനോദ് താവഡെയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ അനവധി പേരുകൾ പറഞ്ഞു കേട്ടതിനൊടുവിലാണ് ഇപ്പോൾ ആരും പറയാതിരുന്ന, ആരും ശ്രദ്ധിക്കാതിരുന്ന, ആരും കേൾക്കാതിരുന്ന ഒരു പേര് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് നിതിൻ നവീന്റെ പേരാണ്. അദ്ദേഹം ഈ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റായി എത്തുന്നു. ഒരുപക്ഷെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അടുത്ത ദേശീയ അധ്യക്ഷൻ എന്ന നിലയിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. കാരണം BJP അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലയളവാണ്. ഏതാണ്ട് 20 സംസ്ഥാനങ്ങൾ NDA ഭരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു ലോകത്തെ ഏറ്റവും അധികം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും അധികം മെമ്പർഷിപ്പുള്ള പാർട്ടിയായി BJP നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ 15 വർഷം ഒരു രാജ്യത്ത് അധികാരത്തിൽ പൂർത്തിയാക്കിയ കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെ വളരെ ക്രൂഷ്യലായ ഒരു സമയത്ത് പാർട്ടി അതിൻ്റെ സുവർണകാലത്തിലൂടെ നടന്നു നീങ്ങുന്ന ഘട്ടത്തിലാണ് ഈ 45-കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെ നയിക്കാനായി വരുന്നത്. ശ്രീകാന്ത്, ഗൗതം, ഇതിൽ മനസ്സിലാക്കേണ്ടത് BJP 10-20 സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്നു എന്നതിനപ്പുറം ഈ നിതിൻ നബീന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ് എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ അത്ര ക്രൂഷ്യൽ സംസ്ഥാനങ്ങളാണ്. അസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലം ബംഗാളാണ്. അതിനുമപ്പുറം തമിഴ്നാടും കേരളത്തിലുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അത് വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത് പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ നിതിൻ നബീൻ ചുമതലയേറ്റെടുത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് അദ്ദേഹത്തിനെ മാറ്റുരച്ചു നോക്കുക, അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ മാറ്റുരച്ചു നോക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്ന. അസം BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള സംസ്ഥാനമാണ്. അതെന്തായാലും BJP വലിയ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. പക്ഷേ ബംഗാൾ എന്ന് പറയുന്നത് BJP അത് മമതയുടെ ശക്തി ദുർഗം എന്ന രീതിയിൽ മമത കോട്ട കെട്ടിക്കാക്കുന്ന ബംഗാളിൽ വിള്ളൽ വീഴ്ത്താൻ നിതിൻ നബീന് കഴിയുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയായി മുന്നിലുള്ളത്. നേരത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, ബീഹാറിൽ നിന്നും ഗംഗ ഒഴുകി എത്തുന്നത് ബംഗാളിലേക്കാണ് എന്നുള്ളത്. അത് വ്യക്തമായ സന്ദേശമാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. ഇതാ ബീഹാറിൽ നിന്നൊരു യുവരക്തം BJPയെ നയിച്ച് ബംഗാളിലേക്ക് ഒഴുകാൻ തയ്യാറായിരിക്കുന്നു. ബംഗാൾ തെരഞ്ഞെടുപ്പ് നിതിൻ നബീൻ്റെ അദ്ദേഹത്തിൻ്റെ സംഘാടന പാടവത്തിൻ്റെ മാറ്റുരയ്ക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒപ്പം തന്നെ തമിഴ്നാടും കേരളവും സൗത്ത് ഇന്ത്യയിലേക്ക് ചുവടുറപ്പിക്കാനായി BJP കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടം കടന്നുപോയിരിക്കുന്നു. ഇപ്പോഴിതാ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ BJP
ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിൽ ആകമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ പ്രതീക്ഷയുടെ പുതുമുകുളങ്ങൾ പൊട്ടിമുളയ്ക്കുമ്പോൾ ഇതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്, ഒരു 45-കാരൻ കടന്നു വരികയാണ്. ഭരണമേഖലയിലും അതോടൊപ്പം തന്നെ സംഘടനാ മേഖലയിലും ഒക്കെ തന്നെ കഴിവ് തെളിയിച്ച ഒരു ചെറുപ്പക്കാരൻ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ബാറ്റൺ കയ്യിലെടുത്ത് പിടിക്കുകയാണ്. അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന തമിഴ്നാട്ടിൽ എന്ത് ഫോർമുലയാകും ഈ 45-കാരൻ പയറ്റാൻ പോകുന്നത്, അവിടെ വേരുകളാഴ്ത്താൻ എന്നുള്ളതും കൗതുകത്തോടെ തന്നെ കാണണം. കാരണം ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മാവോയിസ്റ്റ് സ്വാധീന മേഖല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി BJPയുടെ പ്രഭാരിയായി ഒരു കാലത്ത് BJP ചാവൽ ബാബ എന്നറിയപ്പെടുന്ന രമൺ സിംഗ് ഒക്കെ അടുപ്പിച്ച് ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് 10-15 വർഷം അടുപ്പിച്ച് ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെട്ട ഭൂപേഷ് ബാഗലൊക്കെ തന്നെ ഭരിച്ചു മുടിച്ച സംസ്ഥാനത്ത് BJPയെ തിരികെ അധികാരത്തിലെത്തിച്ചത് അദ്ദേഹം പ്രഭാരിയായി കൂടി വരുമ്പോഴാണ്. അതേ തന്ത്രം അദ്ദേഹം തമിഴ്നാട്ടിലും കേരളത്തിലും ബംഗാളിലും അസമിലും പയറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. 45-കാരനിതാ BJP കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തുന്നു. BJPയുടെ ബാറ്റൺ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ പോകുന്നു. അല്പസമയത്തിനകം അദ്ദേഹം കാര്യാലയത്തിലേക്ക് എത്തും. ശ്രീകാന്ത്, ഒപ്പം ഈ പ്രായത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതൊരു തലമുറ മാറ്റത്തിൻ്റെ സമയം കൂടിയാണ്. കാരണം നോക്കൂ, ഇപ്പോൾ BJPയെ നയിക്കുന്ന അല്ലെങ്കിൽ BJPയെ ഇനിയും ദേശീയ തലത്തിൽ നയിക്കാൻ പോകുന്ന ആളുകളുടെ ഒരു നിര എത്തുകയാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, അദ്ദേഹത്തിന് 55 വയസ്സ് മാത്രമാണ് പ്രായം. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി, ഒരുപക്ഷെ അടുത്ത പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് എന്ന നിലയിലേക്ക് വരാൻ സാധ്യതയുള്ള യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തിന് 53 വയസ്സാണ് പ്രായം. ഇപ്പോൾ ഇതാ 45 വയസ്സുള്ള നിതിൻ നബീൻ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു. അപ്പോൾ അടുത്ത ഫേസുകൾ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു BJPക്ക്. ഗൗതം, ഒന്നാം നിര പിന്നിട്ട് രണ്ടാം നിരയും പിന്നിട്ട് മൂന്നാം നിര നേതാക്കളെ കൈപിടിച്ച് കൊണ്ടുവരികയാണ് BJP. ആദ്യഘട്ടത്തിൽ ഒന്നാം നിര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കമുള്ള ഒന്നാം നിര നേതാക്കൾ വാഴുന്നിടത്ത് യോഗി ആദിത്യനാഥിനെയും ദേവേന്ദ്ര ഫട്നാവിസിനെയും ഹിമന്ത ബിശ്വശർമ്മയെയും പോലെയുള്ള രണ്ടാം നിര നേതാക്കളെ ഇതിനോടകം ഈ പാർട്ടി സജ്ജമാക്കിയിരുന്നു. ഈ രാജ്യം ഭരിക്കാൻ, ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുക്കാൻ സജ്ജമാക്കിയിരുന്നു. ഇതാ ഇപ്പോൾ BJPക്ക് ഒരു മൂന്നാം നിരയെയാണ് പാർട്ടി കെട്ടിപ്പടുക്കുന്നത്. തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ ഇത് രണ്ടാം നിരയല്ല, ഇത് മൂന്നാം നിരയാണ് BJP കെട്ടിപ്പടുക്കുന്നത്. അതായത് ഒരു 45-കാരനെ ബാറ്റൺ ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തോട് ഈ പാർട്ടി പറയുകയാണ്, നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി മൂന്നാം നിര നേതൃത്വത്തെ നിങ്ങൾ കെട്ടിപ്പടുക്കണം. ജെൻസി തലമുറയാണ് കടന്നു വരുന്നത്. അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഈ പാർട്ടിയെ ഇതിൻ്റെ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ബീഹാർ പോലെ ഒരു അതിപിന്നോക്ക സംസ്ഥാനത്ത് അദ്ദേഹം നടപ്പിലാക്കിയ ഭരണരംഗത്ത് നടപ്പിലാക്കിയ അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഒരുപക്ഷെ പാർട്ടി നേതൃത്വത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകണം. ഇതാ അല്പസമയത്തിനകം നിതിൻ നവീൻ കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗൗതം, അങ്ങനെ ഈ തലമുറ മാറ്റം നേരത്തെ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും പോലെയുള്ള ഒന്നാം നിര നേതാക്കൾ അവർ കഴിഞ്ഞു. അതിനുശേഷം യോഗി ആദിത്യനാഥും ദേവേന്ദ്ര ഫട്നാവിസിനെയും ഒക്കെ പോലെയുള്ള രണ്ടാം നിര നേതാക്കൾ, അവർക്കും താഴെ ഇതാ നിതിൻ നബീൻ്റെ നേതൃത്വത്തിൽ മൂന്നാം നിര ശക്തിപ്പെടാൻ പോകുന്നു, മൂന്നാം നിര തയ്യാറാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ സംഘടന കെട്ടിപ്പടുക്കുന്നതിലൂടെ ഇപ്പോൾ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 45-കാരൻ, പക്ഷേ പ്രായത്തിനപ്പുറം പക്വത, പ്രായത്തിനപ്പുറം ഭരണപരവും സംഘടനാപരവുമായ ഇരുത്തം വന്ന നേതാവ് എന്ന രീതിയിലാണ് നിതിൻ നബീനെ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്നേ വരെ മാധ്യമങ്ങളുടെ കണ്ണുകളിൽ, ക്യാമറ കണ്ണുകളിൽ പെടാതിരുന്ന ഒരു നേതാവ് അപ്രതീക്ഷിതമായി ഈ ഡൽഹിയിലേക്ക്, അധികാര കസേരയിലേക്ക് നടന്നെടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ അധികാര കസേരയിലേക്ക് നിതിൻ നബീൻ ചുവടുവെച്ച് വരികയാണ്. ആ ദൃശ്യങ്ങളാണ് ജനം TV യിലൂടെ പ്രേക്ഷകർ കാണുന്നത്.